എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്കെച്ച് പെന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പെന്നായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒരു റോളായിട്ട് എടുക്കണം. അതായത് നമ്മുടെ സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു സ്പോഞ്ച് വരുന്ന ഭാഗമില്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ഫോമിൽ ആക്കി എടുക്കുക. ഇനി ഇതിനെ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതിനെ ഇതുപോലെ മൊത്തമായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഇപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. ഇനി ആ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതായത് ഒരു കറക്റ്റ് സിലിണ്ടറിക്കൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ എവിടെയാണോ കളർ വരുന്നത് ആ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നിബ്ബ് ഉണ്ടാക്കാം. അപ്പോൾ നിബ്ബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കോട്ടൺ ബഡ്സ് എടുത്തിട്ട് ഒന്ന് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു നിബ്ബ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച റോളില്ലേ, അതിലേക്ക് നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ മിസ്റ്റേക്സും കൂടെ കാണിക്കുന്നുണ്ട്, കാരണം നിങ്ങൾ ചെയ്യുമ്പം അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ആദ്യം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു പെന്നിൻ്റെ ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കളറാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉജാലയാണ് എടുക്കുന്നത്. അപ്പോൾ ഉജാലയാണ് ഞാൻ വെള്ളം ചേർക്കാതെ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഉള്ളിൽ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ആവും. ഇനി ഈ ഫുൾ വൈറ്റ് മൊത്തം വയലറ്റ് ആവുന്നത് വരെ നമ്മൾ ഉജാല ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇത് കുറച്ച് മെസ്സി ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ കളറൊക്കെ ആവും, അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ പുറത്തേക്ക് ആ ഒരു ഗ്ലാസ് സെല്ലോ ടേപ്പിലേക്ക് വീഴുന്നതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും.
അപ്പോൾ അത് ടിഷ്യൂ മൊത്തമായിട്ട് കളറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെന്ന് വെച്ചാൽ ഈ ഒരു സ്പോഞ്ചിൽ മൊത്തം, സ്പോഞ്ചിലല്ല ടിഷ്യൂവിൻ്റെ ഉള്ളിൽ മൊത്തം കളറായി കഴിഞ്ഞാൽ നമുക്ക് പെന്നിൽ മുന്നിലത്തെ ബഡ്സിൽ കൂടെ കളർ വരും എന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷേ ഇത് ഫിനിഷായപ്പോൾ മനസ്സിലായി അതങ്ങനെ വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു എക്സ്ട്രാ വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതായത് ആ ബഡ്സിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഭാഗമില്ലേ, അത് ഞാൻ കുറച്ചും കൂടെ താഴോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കാരണം നമ്മൾ ഏറ്റവും ആ കോട്ടൺ ഈ ഒരു ടിഷ്യൂയിലേക്ക് തട്ടി നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ടിഷ്യൂവിൽ നിന്ന് ഇങ്ക് ഈ ഒരു കോട്ടൺ ബഡ്സിലേക്ക് സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഉജാല. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സാധനം ബഡ്സ് ഞാൻ നല്ലപോലെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മാത്രമേ ആ ഒരു ടിഷ്യൂന്നുള്ള ഇങ്ക് ഈ ഒരു ബഡ്സിലേക്ക് സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് വർക്ക് ആവുള്ളൂ. അപ്പോൾ സെല്ലോ ടേപ്പും കൂടെ ചുറ്റി കഴിയുമ്പോൾ നമ്മുടെ സ്കെച്ച് പെൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഈ ഒരു സ്കെച്ച് പെൻ എന്ന് വെച്ചാൽ 100% വർക്കിംഗ് ആണ്. പക്ഷേ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കാണിച്ചത്. ഇത് കുട്ടികൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് വർക്കിംഗ് ആണ്. ശരിക്കും സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ലുക്കില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു രീതിയിൽ സ്കെച്ച് പെൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.